നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ചാറോട് കൂടിയ നല്ല ടേസ്റ്റി ചിക്കൻ കുറുമ വയ്ക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു വലിയ സവാള തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല, അതും അരിഞ്ഞെടുത്താൽ മതി. ഇനി ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി വരുമായിരിക്കും. ആദ്യം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/4 പാലെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് സവാള, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെയൊക്കെ കളർ നന്നായിട്ടൊന്ന് മാറി വരട്ടെ, ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും നല്ല പൾപ്പി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് കിട്ടണം. അപ്പോൾ കറിക്ക് നല്ല കളറും സ്വാദും കൂടും. അപ്പോൾ 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് 1/4 പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പിഴിഞ്ഞ് മാറ്റിയ തേങ്ങയിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ 1 കപ്പ് തേങ്ങ വെച്ച് നമ്മൾ 1/4 പാലും 2/4 പാലും മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനിവിടെ കുറച്ച് കുറുകിയ ചാറായിട്ടാണ് ഇറച്ചിക്കറി വയ്ക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ചാറിന് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മിസാസ് കിച്ചൺ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെട്ടിത്തിളക്കണം. ഇത് അടച്ചു മൂടി വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു മൂടി ഒന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച് 5 മിനിറ്റ് വരെ വെട്ടിത്തിളക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്കാക്കി ചിക്കൻ വേകുന്നത് വരെ അടച്ചു മൂടി തന്നെ വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കുക, ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. ചിക്കൻ വെന്ത് ചാറൊക്കെ കുറുകി വരുമ്പോൾ നമുക്ക് ആ 1/4 പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്തായാലും ചിക്കൻ വെന്ത് പോകുമോ എന്നുള്ളൊരു പേടി വേണ്ട, നമ്മൾ കുക്കറിലല്ലല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഈ കറി നല്ല ചാറ് വേണ്ട പത്തിരിക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്